എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണെങ്കിൽ ഒരു ഉഴുന്നുവട അങ്ങ് റെഡിയാക്കിയാലോ എന്നുള്ളൊരാഗ്രഹം തോന്നി. അപ്പം തന്നെ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടാണെങ്കിൽ വെള്ളത്തിലിട്ടു. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ജാറിലാണെങ്കിലിട്ടിട്ട് വെള്ളം ഒട്ടും ആഡ് ചെയ്യാതെ നമ്മളിത് അരച്ചെടുക്കണം. അപ്പം നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടി ഒരു സന്തോഷമല്ലേ നമ്മൾ വീട്ടിലൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണെങ്കിൽ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ വിചാരിച്ച് കുറച്ച് ഉഴുന്നേ ഉള്ളൂ. ആണെങ്കിലേ കുറച്ച് ഉഴുന്നോടെ ഉണ്ടാക്കിയാലോ എന്നൊരാഗ്രഹം. ചമ്മന്തി വേണോ? ഉഴുന്നോടെ അപ്പം ആണെങ്കിൽ ഉഴുന്നാണെങ്കിൽ ഓൾറെഡി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ആണെങ്കിൽ അതൊന്ന് അരച്ചെടുക്കാം. കേബിള് പറഞ്ഞായിട്ട് ഇന്ന് മമ്മിയോട് പറയണം ഉഴുന്നോടെ വേണമെന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണ്ടിട്ടാ. ഉഴുന്നാണെങ്കിൽ ഒരു കുറച്ച് ഞാനെടുത്ത് അരച്ചിട്ടുണ്ട്. അടുത്താണെങ്കിൽ പകുതിയാണെങ്കിൽ അരയ്ക്കാം, ഒരുമിച്ചരയ്ക്കണം. അല്ല, സവാള. അപ്പം ബാക്കി പകുതിയൂടെ ആണെങ്കിൽ ഇവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉള്ളിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ വേണം അരയ്ക്കാൻ. കുറച്ച് റവ ആഡ് ചെയ്യാതെ കുറച്ച് റവയും ഒരു അരിപ്പൊടി എല്ലാം അരിഞ്ഞെടുത്തേക്കണം. ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, സവാളയുണ്ട്. അതും കൂടാണ് കിട്ടും. ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. ഞാനിവിടെ വർക്കിലാണ്. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ഇതെല്ലാം ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് ഇട്ടിട്ട് എല്ലാം ഒന്ന് അയ്യോ കുറച്ച് ഉപ്പിടാം. കൂടിപ്പോയാൽ കുറഞ്ഞു പോയാൽ വീണ്ടും ഇടാല്ല. അത് ഇട്ടു. ഇതിൽ വേണേൽ കുരുമുളകൊക്കെ ഇടാം കേട്ടോ. ഞാൻ പക്ഷെ ഇന്ന് ഒന്നും ഇടുന്നില്ല, കുരുമുളകൊന്നും ഇടുന്നില്ല. ഇത്രയും മതി. അത് കേട്ടു. കുരുമുളക് ഇടുന്ന കുഴപ്പമില്ല. നന്നായിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ആകട്ടെ. കുരുമുളക് ആണെങ്കിൽ ചേർത്തേക്കാം. എനിക്ക് പറഞ്ഞിട്ട് ചേർത്തില്ല എന്നുള്ളൊരു പരാതി വേണ്ട അല്ലേ? കുരുമുളക് ഞാൻ അവിടുത്തെ പിള്ളേരൊക്കെ കഴിക്കുമ്പം ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ച് വരുമ്പം ആ കുരുമുളകൊക്കെ ഒന്ന് കടിച്ച് അല്ലേ അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ അന്ന് ആ കുരുമുളക് അവോയ്ഡ് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരുപാട് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല, 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. മാവൊക്കെ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് നേരമൊന്നും വെച്ച് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.
കുറച്ച് നേരം ഒന്നും അത് അടച്ചു വെക്കുകയോ മാറ്റി വെക്കുകയോ ഒന്നും ചെയ്യേണ്ട. അപ്പം ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി. എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടായിരുന്നു. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു പാനിലാണെങ്കിൽ ഒരു 3 എണ്ണം വരെ ഇട്ട് കൊടുക്കാൻ പറ്റും. 3 എണ്ണം വരെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആണെങ്കിൽ ആ ഒന്നാണെങ്കിൽ അതിൻ്റെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് അടുത്തൂടെ ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ആണെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി പാനിൻ്റെയൊക്കെ സ്പേസ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മുക്കി പൊരിച്ചെടുക്കത്തില്ലേ, അതുപോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ ഇഷ്ടമെന്ന് തോന്നുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഇപ്പം രാവിലെ ആണെങ്കിൽ ഇപ്പം ഒന്ന് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് അരച്ചെടുത്ത് വെച്ചാൽ മതി. റവയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഇത് ഉള്ളിലാണെങ്കിൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പോലെ നല്ല ടേസ്റ്റിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടത്തോടെ സന്തോഷത്തോടെ നമുക്ക് കഴിക്കാനും പറ്റും. ഇവിടെ എല്ലാവർക്കും ഉഴുന്നുവട ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഇടയ്ക്കൊക്കെ ആണെങ്കിൽ റെഡിയാക്കി എടുക്കും. അതുപോലെ തന്നെ നമ്മൾ മാവ് എണ്ണയിലോട്ടിടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം ആക്കി വെക്കാൻ കേട്ടോ. പിന്നെ ഇത് കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കോരിയെടുക്കാൻ. അപ്പോൾ എണ്ണ അധികമൊന്നും ഉഴുന്നുവടയിൽ പിടിക്കത്തില്ല കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. അത്യാവശ്യമാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതൊന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ഇതൊന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ആ ഒരു ഊഹം മനസ്സിലാവുമല്ലോ. പിന്നെ പുറം ഭാഗമാണെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാണെങ്കിൽ മൂത്ത് കരിഞ്ഞു പോകും, ഉൾഭാഗമൊന്നും വേവത്തുമില്ല. അപ്പം നമ്മൾ ഈ കയ്യിലാണെങ്കിൽ മാവ് കോരിയെടുക്കുന്ന സമയത്ത് കയ്യിലൊരു ഇച്ചിരി വെള്ളം തൂത്തിട്ട് വേണം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് കയ്യിലൊന്ന് ആക്കിയിട്ട് വേണം നമ്മളിത് മാവ് ഓരോന്നെടുത്ത് നമ്മൾ എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഉഴുന്നുവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയായിരുന്നു. അത് നല്ലൊരു ചായയും കൂട്ടി കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.